Hello everyone. I know some of you students want to become doctors, engineers or scientists etc. For that, you need to crack some of the competitive exams like NEET, JEE. Okay. One fine morning, it won't be easy to crack those exams. You need to practice it from the beginning. For such students, Brilliant Studies Under Pala along with Malayalam Manorama conducts Brilliant Science Olympiad BSO. നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വർഷം നമ്മൾ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് നടത്തുന്നത്. CBSE സ്റ്റേറ്റ് ICSE സിലബസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ BSOയുടെ ഫിസിക്സിൻ്റെ സിലബസ് ഡിസ്കസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് അതിലെ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Okay, so now we can discuss about class 7 BSO physics syllabus. These are all the main topics you have to study for your BSO exam. Motion and time, electric current and its effects, light, sound, temperature, universe. So, here is the subtopics for each one. First, motion and time. Motion and time, നിങ്ങൾ പഠിക്കേണ്ടത് rest and motion. റെസ്റ്റിൽ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, മോഷനിൽ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ. അത് റെസ്റ്റിലായിരിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്, മോഷനിലായിരിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണെന്നൊക്കെ അറിയണം. പിന്നെ ടൈപ്സ് ഓഫ് മോഷൻ, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ എന്താണെന്ന് അറിയണം, മെഷർമെന്റ് ഓഫ് ടൈം ആൻഡ് യൂണിറ്റ് ഓഫ് ടൈം, ദെൻ സിമ്പിൾ പെൻഡുലം ഓൾസോ. ദെൻ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് വരുമ്പോൾ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് അറിയണം, ഇലക്ട്രിക് സർക്യൂട്ട്സ് അറിയണം, സെൽ ആൻഡ് ബാറ്ററി, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് അറിയണം, then electric devices, then domestic electricity, household circuits ഒക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. Then light and sources of light, speed of light, primary colors and secondary colors, then transparent, translucent and opaque objects, reflection and loss of reflection, plane mirror and image formation. Then from the topic sound, what is sound, propagation of sound, speed of sound, range of hearing, types of sound, sources of sound, reflection of sound, terms related to wave motion. Then from temperature, heat, transfer of heat, effects of heat, thermal expansion, sources of heat, temperature and its measurement, different temperature scales, atmospheric temperature, land breeze and sea breeze. ഇവിടെ നിങ്ങൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിലൊക്കെ പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ഒക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ വരുന്നതാണ് യൂണിവേഴ്സ്. അവിടെ നിങ്ങൾക്ക് സെലസ്റ്റിയൽ ബോഡീസ്, സൺ, എർത്ത്, മൂൺ, എക്ലിപ്സ്, പിന്നെ ഫേസസ് ഓഫ് ദ മൂൺ. ഓക്കെ, സോ നൗ വി ക്യാൻ ഡിസ്കസ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഓൺ ദിസ്. ഫസ്റ്റ് വൺ, എ കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഈസ് ഷോവിങ് സർക്കുലർ മോഷൻ, പീരിയോഡിക് മോഷൻ, rectilinear motion, vibrational motion. Okay, a car moving on a straight road is showing circular motion ആണോ അത്, പിന്നെയുള്ളത് പീരിയോഡിക് മോഷൻ, അതായത് ഒരു കോൺസ്റ്റന്റ് ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് പീരിയോഡിക് മോഷൻ ആണോ? ദെൻ ആൻസർ ഏതാണ് വരിക, റെക്റ്റിലിനിയർ മോഷൻ അല്ലേ. ദെൻ ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്ഷൻ എ TV, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി ഫാൻ, ഓപ്ഷൻ ഡി റേഡിയോ. ഇതിൽ ഏതാണ് നമ്മൾക്ക് ഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഡിവൈസ് ഏതാ, അയൺ ആണല്ലേ. അപ്പോൾ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്ഷൻ ബി അയൺ. ദെൻ ഇൻ എ പ്ലെയിൻ മിറർ ഇഫ് യു മൂവ് 3 steps towards the mirror your image appears to move option A 3 steps away, option B 6 steps away, option C 3 steps closer, option D doesn't move. In a plane mirror, if you move 3 steps towards the mirror, your image appears to move 3 steps away, 6 steps away, 3 steps closer, doesn't move. എങ്ങനെയാ പ്ലെയിൻ മിററിൽ ഒബ്ജക്റ്റും ഇമേജും എങ്ങനെയായിരിക്കും, ഒബ്ജക്റ്റ് മിററിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇമേജും എങ്ങനെയായിരിക്കും, അടുത്ത് തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പം അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. സോ ദ ആൻസർ വുഡ് ബി തേർഡ് വൺ, 3 steps closer. Then use the lightning first and then hear thunder because option A thunder is weaker, option B
clouds absorb sound. Option C, sound travels slower than light. Option D, light is hotter. Okay, you see lightning first and then hear thunder because thunder is weaker. Ano? Clouds absorb sound. Sound travels slower than light. അതായത് ലൈറ്റ് സൗണ്ടിനേക്കാൾ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നുണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ലൈറ്റ് കാണുക, ദെൻ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ഓപ്ഷൻ സി, സൗണ്ട് ട്രാവൽ സ്ലോവർ ദാൻ ലൈറ്റ്. ദെൻ എ മെറ്റൽ ബോൾ ഫിറ്റ്സ് എക്സാക്ട്ലി ത്രൂ എ റിംഗ്. ഓൺ ഹീറ്റിംഗ് ദ ബോൾ, വാട്ട് ഹാപ്പൻസ്? ഓപ്ഷൻ എ, it still passes through. Option B, it shrinks. Option C, it expands and doesn't pass. Option D, it cools down. ഒന്നുകൂടി പറയാം. A metal ball fits exactly through a ring. On heating the ball, what happens? അതായത് ഒരു റിങ്ങിലൂടെ ഒരു മെറ്റൽ ബോൾ പാസ് ചെയ്ത് പോവായിരുന്നു. ഓക്കെ, എക്സാക്ട്ലി ത്രൂ എ റിംഗ്, കറക്റ്റായിട്ട് തന്നെ പോവായിരുന്നു. ലൈക്ക് ഈസി ആയിട്ട് പോകുന്നല്ല, കറക്റ്റായിട്ട് അതിനകത്തോടെ പോകുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് സ്റ്റിൽ പാസസ് ത്രൂ. അത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പം സ്റ്റിൽ പാസസ് ത്രൂ. അങ്ങനെ പറ്റുന്നുണ്ടായിരിക്കുമോ? കാരണം നമ്മളിവിടെ ഈ മെറ്റൽ ബോളിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുന്നുണ്ടായിരിക്കും? അവിടെ തെർമൽ എക്സ്പാൻഷൻ ഒക്കൂർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് ഡസൻറ്റ് പാസ്. ഓക്കെ, ദീസ് ആർ ഓൾ ദ ടോപ്പിക്സ് ആൻഡ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഫോർ ക്ലാസ് 7. താങ്ക് യു.